എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഇന്ന് അവസാനിക്കും. ഇന്ന് ഉച്ചയ്ക്ക് 12 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുക. വിദ്യാർത്ഥികൾക്ക് vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഇതുവരെ പരിശോധിച്ചിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ പരിശോധിക്കുക. കാരണം ഇന്ന് ഉച്ചയ്ക്ക് 12 മണി വരെ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഉള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇതുപോലെയാണ് നിലവിൽ ഇപ്പോൾ, അതായത് ജസ്റ്റ് ആ ഒരു രീതിയിൽ ഇടയ്ക്ക് കാണിക്കും. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് അതുകൊണ്ട് ഇങ്ങനെ ലോഗിൻ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് യൂസർ നെയിം അതുപോലെ തന്നെ പാസ്വേഡ് എന്നിവ കൊടുക്കുക. യൂസർ നെയിം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറാണ്. അതുപോലെ തന്നെ പാസ്വേഡ് നിങ്ങളുടെ പാസ്വേഡാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാൻ പറ്റും. അത് കൃത്യമായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം. അതിവിടെ ഈ ഒരു ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഫോൺ നേരെ പിടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ആ ഒരു ഭാഗം കാണാൻ സാധിക്കുന്നതാണ്. നിലവിൽ ഞാൻ ലാൻഡ്സ്കേപ്പ് മോഡൽ ഫോൺ പിടിച്ചതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രൊഫൈൽ പേജിലേക്ക് എത്തുന്നതാണ്. പ്രൊഫൈൽ പേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അവിടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്നും കാണാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ അതുപോലെ തന്നെ റാങ്ക് ഡീറ്റെയിൽസ് ഓപ്ഷൻ കാണാൻ പറ്റും. വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കവിടെ റാങ്ക് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെച്ച് ആ ഒരു സ്കൂൾ കോഴ്സുകളുടെ റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് യു ഹാവ് നോ ട്രാൻസ്ഫർ എന്ന് കാണാം. അതുപോലെ തന്നെ അവിടെ റാങ്ക് ഡീറ്റെയിൽസും കാണാം. നിങ്ങൾ വെച്ച ഓപ്ഷനുകളിൽ നിങ്ങളുടെ റാങ്ക് എത്രയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ സർക്കുലർ പറഞ്ഞിട്ടുള്ളത് 2 മണി വരെ എന്നാണ്. അതേസമയം അതിൽ ആ ഒരു സ്ക്രോൾ ചെയ്ത് പോകുന്ന അറിയിപ്പിൽ 12 മണി വരെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ഈ ഒരു ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോയിട്ട് അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കുക. കാരണം അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ റദ്ദ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ആ സ്കൂൾ കോഴ്സ് എവിടെയാണോ അവിടെ നിങ്ങൾ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷനാണ് നേടേണ്ടത്. അപ്പോൾ ഇനി അഡ്മിഷൻ എങ്ങനെയൊക്കെയാണ് നേടേണ്ടതെന്ന് ചോദിച്ചാൽ, നിലവിലെ സ്കൂളിൽ തന്നെ കോഴ്സ് മാറ്റം ലഭിച്ചവരാണെങ്കിൽ നിലവിൽ പ്രവേശനം ലഭിച്ച സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് മാറ്റം കിട്ടിയ വിദ്യാർത്ഥികൾ പ്രസ്തുത കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ട് അടക്കേണ്ട അധിക ഫീസ് മാത്രം അടച്ചാൽ മതിയാകും. അതേസമയം ഒരേ കോഴ്സിൽ തന്നെ സ്കൂൾ മാറ്റം കിട്ടിയവർ നിലവിൽ പ്രവേശനം നേടിയ അതേ കോഴ്സിൽ തന്നെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾ റവന്യൂ വിഹിതം ഒഴികെയുള്ള മുഴുവൻ ഫീസും പുതുതായിട്ട് ചേർന്ന സ്കൂളിൽ അടക്കേണ്ടതാണ്. ഇനിയിപ്പോൾ പുതിയൊരു സ്കൂളിൽ മറ്റൊരു കോഴ്സിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളാണെങ്കിൽ മറ്റൊരു കോഴ്സിൽ പുതിയ സ്കൂളിലേക്ക് മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾ റവന്യൂ വിഹിതം ഒഴികെ മുഴുവൻ ഫീസും പുതുതായിട്ട് ചേർന്ന സ്കൂളിൽ അടക്കേണ്ടതാണ്. ഇനി കമ്പ്യൂട്ടർ കോഴ്സുകളായിട്ടുള്ള ഫീൽഡ് ടെക്നീഷ്യൻ, അതുപോലെ കമ്പ്യൂട്ടിംഗ് പെരിഫറൽസ് കോഴ്സ് കോഡ് 10, ഗ്രാഫിക് ഡിസൈനർ കോഴ്സ് കോഡ് 11, ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ കോഴ്സ് കോഡ് 13, വെബ് ഡെവലപ്പർ കോഴ്സ് കോഡ് 49 എന്നിവയിൽ പുതുതായിട്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രകാരം പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ കമ്പ്യൂട്ടർ അഡീഷണൽ സ്പെഷ്യൽ ഫീസ് ആയിട്ടുള്ള 100 രൂപ പുതുതായിട്ട് പ്രവേശനം നേടുന്ന സ്കൂളിൽ അടക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഇന്ന് തന്നെ പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.